പോയി. ഇനി താറാക്കളെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ പോയാലും നിനക്കെന്താ ഒന്നും ചോദിക്കാനും പറയാനുമില്ലേ? താരം എങ്ങോട്ടാ പോകുന്നു? എനിക്കറിഞ്ഞൂടാ. മഴ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും മഴയുടെ കൂടെ. ഞാൻ പോട്ടെ. കൊല്ലമായി ഇന്നാ നാട്ടിൽ ചെല്ലുന്നു. എന്തോ അത്രയ്ക്ക് ഗൗരവമേ അതിന് കൊടുത്തുള്ളൂ. ചോരയുടെ തെളയും ചെറുപ്പത്തിന്റെ ഹരവും അല്ലാണ്ടെന്താ. എന്താ വന്നത്? ഭാരതി എവിടെ? ഭാരതി എവിടെയാണ്? എന്റെ മോള് ചത്തടാ. നീ കൊടുത്തേച്ചു പോയി കുഞ്ഞിന്റെ മുഖം പോലും അവള് നോക്കിയിട്ടില്ല. എന്റെ കൈ പെറ്റിട്ട് തന്നേച്ച് അവള് കണ്ണടച്ചതാ. കടുത്ത ദ്രോഹമാടാ മഹാഭാവി നീ അവളോട് ചെയ്തത്. നീ ഇതിനെ അനുഭവിക്കും. ദ്രോഹി, മഹാഭാവി. എന്ത് പറ്റിയടാ പൈലിക്കുഞ്ഞ് നിനക്ക്? ഒന്നുമില്ല. നീ എന്താ ഉറങ്ങാത്തത്? ഇന്ന് പകല് നീ ആ പഴയ പെണ്ണിനെ കാണാൻ പോയിരുന്നു? ഞാൻ ഊഹിച്ചു. 3 കൊല്ലം നിന്നെ ഈ നാട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചത് ആ ബന്ധം മുറിയട്ടെന്ന് വിചാരിച്ച. പോയിട്ട് നീ അവളെ കണ്ടോ? ഇല്ല. അവള് ചത്തു. എങ്ങനെ പറ്റിയടാ പൈലിക്കുഞ്ഞ്? പേരിൽ അവള് ചത്തുപോയി. എന്നിട്ട് നീ പോയിട്ട്? മോളുണ്ട്, അവളെ കണ്ടു. അതും പെണ്ണാണോ പൈലിക്കുഞ്ഞ്?
ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നടാ. ആ തള്ളയോട് ഞാൻ വളർത്തിക്കൊള്ളാന്ന് ഏറ്റു പറഞ്ഞപ്പോൾ എന്റെ കൂടെ അയക്കാൻ വിശ്വാസമായി. വേണ്ട, നീ പോണ്ട മോളെ. നീ വേണം അപ്പച്ചനൊരു പാഠം പഠിപ്പിക്കാൻ. അമ്മണിമോളെ കൊണ്ടുപോരുമ്പോ അച്ചായന തള്ളയ്ക്ക് 100 രൂപ കൊടുത്തു. ഇന്നിപ്പോ ഞങ്ങളുടെ എല്ലാം അവള് ലക്ഷം രൂപ എന്നാല് അമ്മണിമോളെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല. അവളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമേ ഞങ്ങൾക്കിനിയുള്ളൂ. അവളാണ് ഞങ്ങളുടെ ഏക സമ്പാദ്യം, ഞങ്ങളുടെ നിധി. സാറേ സാറേ, വാടാ നമുക്ക് പോവാം. ഇല്ല, പുള്ളിക്കാരൻ ഒരു ദിവസം ചന്ത കാണുമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങോട്ടാ? ഞങ്ങൾ ചന്തയിലേക്കാ. അപ്പച്ചമ്മ അവളും ചന്തയിലേക്കാണോ? പറ്റിയ തരത്തിൽ കിട്ടിയ ഒരു ക്ലാവിന് വാങ്ങിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വാ പോ. ഇന്നോ? അതേ, ഇന്ന് വലിയ ചന്തയാ. ഇന്ന് എനിക്ക് വേറെ സ്വല്പ പണിയുണ്ട്. അടുത്ത എന്തൊക്കെയാട്ടെ? വേറെ പണികൾ മാറ്റി വയ്ക്കുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? കുഞ്ഞിന് സൗകര്യമില്ലേ, കുഞ്ഞു വരണ്ട. ചന്ത ഇനിയും വരും. ഇവന് വലിയ കാര്യവിവരമൊന്നുമില്ല. സന്ധ്യക്ക് ഷാപ്പി വരുമോ? തിരിച്ചു വരുമ്പോ ഞാൻ വലിയ കാശുകാരനായിരിക്കും. അത്രേ ഉള്ളൂ. അത് പൊട്ടിച്ചേരുന്നവര് ഞാൻ ഏറ്റു. വൈകിട്ട് ഞാൻ വന്നോളാം. എന്താ ഈ മഴയത്ത്? ചുമ്മാ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. ഈ മഴയത്തോ? വരുമ്പം മഴയില്ലായിരുന്നു. അപ്പച്ചനും വല്യപ്പച്ചനൊക്കെ ചന്തയിൽ പോയിരിക്കുക. അതും അറിഞ്ഞോണ്ടാ വന്നത്. ചുമ്മാ തന്നെ ചന്ത എണ്ണാൻ തിരക്കിയത്. നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ ഒന്ന് മഴ നനയുന്നത്? ആര് പറഞ്ഞു മഴയത്ത് നിൽക്കാൻ? നാണു നാണു, ഈ പൂവ് ആരാ അവിടെ കൊണ്ടുവച്ചേ? ഏത് പൂവ്? ഈ പൂവ്. അയ്യോ, ഞാനറിയില്ല. സുശീല കള്ളം പറയാറുണ്ടോ? ഇല്ല. ഇനിയിപ്പോ എന്തിനാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ. ശരി, എങ്കിൽ ഇന്ന് സുശീലയുടെ അച്ഛനോട് ചോദിക്കാം ഈ പൂവ് ആരാ അവിടെ കൊണ്ടുവച്ചതെന്ന്. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ പരിസരത്ത് ഞാൻ റോസാ ചെടി കണ്ടിട്ടുള്ളൂ. ശരിയാവുന്നാരെ? അയ്യോ, അച്ഛനെ വിളിച്ചു ചോദിക്കണ്ട. അതെന്താ? അത് വേണ്ട. അച്ഛനും കൂടെ അറിയട്ടെ മോടെ വേല. എന്താ ഒന്നും മിണ്ടാത്തെ? അയ്യോ, കരയുന്നു ചേച്ചേ? ഇഷ്ടമില്ലല്ലോ.
അതെറിഞ്ഞ് കളഞ്ഞേരെ. കളയട്ടെ. കുളിക്കുന്ന കണ്ടില്ലേ? പെണ്ണുങ്ങള് എന്താ, ഞാൻ പെണ്ണല്ലേ? അതെ അതെ, നീ പെണ്ണ് തന്നെ. അതുകൊണ്ടാണല്ലോ വന്നത്. എന്തിന്? ഒരു കാര്യം പറയാം. എന്തോന്ന് കാര്യം? നീ എന്റെ കൂടെ പോരുന്നു. പിന്നെ പിന്നെ കൂടെ പോരുന്നു. പിന്നെ പോകാൻ നേരത്ത് എന്റെ കാലേ കയറി പിടിക്കരുത് കരഞ്ഞോണ്ട്. അതിനെ അമ്മണി വേറെ ജനിക്കണം. എനിക്കെന്ത് തലയ്ക്ക് വട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ? അല്ല കളി. അല്ല അമ്മണി നിന്നേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാ വന്നേ. എന്തോന്ന്? അല്ല അമ്മണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമോ? എന്തോന്ന് കുഴപ്പം? അല്ല വേറെ വിശേഷമൊന്നുമില്ലേ അമ്മണിക്ക്? എന്തെങ്കിലും? എനിക്കോ? എനിക്കെന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാല് നിനക്ക് നിനക്ക് ഓ നിനക്ക് ബഹളം ഉണ്ടാക്കാതെ. എനിക്ക് ദൈവം സഹായിച്ച് യാതൊരു കുഴപ്പമില്ല. സമാധാനമായി പോയാട്ടെ. ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു വിശേഷം തിരക്കാൻ. ഇവിടെ ഞാൻ തോറ്റു, നീ രക്ഷപ്പെട്ടു. ഇനി ഞാൻ തോൽക്കാൻ പാടില്ല. ഇല്ല, ഞാൻ തോൽക്കില്ല. കാളൻ, കൊക്കോട്, ചെറുവിളി, ഹനുമാൻ, പാലാൽ, രാവണൻ, വീണ, കുംഭകർണൻ. ഇന്ന് ഞാൻ കുടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്തോന്ന് കണ്ടീഷനാ പൈലിയാശാനെ? കൈവയ്യാത്തോണ്ട് കുടിക്കത്തില്ലെന്നോ മറ്റോ ആണോ? ഇന്നലെ പൈലിയാശാൻ കുടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കണ്ടീഷൻ. യവൻ കുടിച്ചാൽ പിന്നെ വാലോട് കൊടുക്കും. കൂടുതൽ ഞാനും അവനും കൂടി കശപിച്ചായി എന്ന് പരാതിപ്പെടില്ല. ഇന്ന് ഞാൻ കുറച്ച് മനോവിഷമം കൊണ്ട് കഷ്ടിച്ച് കുടിച്ചിട്ടുണ്ട്. എന്നാ ഇന്നത്തെ കുടി നിന്റെ മനോവിഷമം തീരാനാകട്ടെ. ആർക്കാണ് മനോവിഷമം? ആരാ? സംഗതി പെശകായെന്നാ തോന്നുന്നു. എന്റെ വകയിലൊരു കാരണവരാ, പേരുകോട്ട ചട്ടമ്പിയ. പൈലേ, നിനക്ക് എന്നാടാ കുഞ്ഞെ ഇത്ര മനോവിഷമം ഞാനിവിടെ ഉള്ളപ്പം? ആശ അങ്ങോട്ട് ഇരുന്നേ. അല്ല എടാ പിള്ളാരെ, ആരോട് ചോദിക്കാൻ പറയാൻ എടുത്ത് കുടി തുടങ്ങിയോ? അയക്കോ അയക്കോ. നീ ആരാടാ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഞാൻ ആരായാലും എന്താ എനിക്ക്? എടാ അയാൾ എന്റെ കൂട്ടുകാരനാ, അവിടെ തൊട്ട് കളിക്കരുത്. എടാ നന്ദിയില്ലാത്തവനെ, നീ എങ്ങാണ്ടത്തുകാരന് കണ്ണു വാങ്ങിച്ചു കൊടുത്ത് പുറകെ നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? നിന്റെ മോളെ പിടിച്ച് തല വെച്ചു കൊടുക്കാനുണ്ട്.